IPLന്റെ ആദ്യ സീസണിലെ സർപ്രൈസ് ചാമ്പ്യന്മാരായതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും IPL കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കാത്ത ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അവസാന സീസണിൽ രണ്ടാം ക്വാളിഫയറിലാണ് രാജസ്ഥാൻ കാലിടറി വീണത്. മലയാളി താരം സഞ്ജു സാംസണിന് കീഴിൽ വരാനിരിക്കുന്ന സീസണിൽ ഗംഭീര പ്രകടനത്തിനാണ് റോയൽസ് കച്ചമുറുക്കുന്നത്. എന്നാൽ ചില കളിക്കാരുടെ മോശം ഫോം പുതിയ സീസണിന് മുൻപ് രാജസ്ഥാനിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ കളിക്കാരെന്ന് നോക്കാം. ക്യാപ്റ്റനായ സഞ്ജു സാംസണാണ് ഈ ലിസ്റ്റിലെ ആദ്യയാൾ. ഒട്ടും മികച്ച ഫോമിലല്ല രാജസ്ഥാൻ റോയൽസിനായി അദ്ദേഹം ഈ സീസണിൽ കളിക്കാനെത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ മാസം 5 2020കളുടെ പരമ്പരയിലാണ് സഞ്ജു അവസാനമായി കളിച്ചത്. പരമ്പരയിൽ മുഴുവൻ കളിയിലും ഓപ്പൺ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചെങ്കിലും എല്ലാത്തിലും ദുരന്തമായി തീർന്നിരുന്നു. എന്നാൽ രാജസ്ഥാൻ ക്യാമ്പിൽ ശ്രദ്ധയോടുകൂടി മികച്ച ബാറ്റിംഗ് സഞ്ജു കാഴ്ചവെച്ചിരുന്നു. RRലേക്ക് തൻ്റെ രണ്ടാം വരവ് നടത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചറാണ് മറ്റൊരു താരം. 2020ലെ IPLൽ റോയൽസിൻ്റെ മിന്നും താരമായിരുന്നു അദ്ദേഹം. എന്നാൽ അവസാനം കളിച്ച 10 മത്സരങ്ങളെടുത്താൽ ഒരുപാട് റൺസാണ് ആർച്ചർ വിട്ടുകൊടുത്തത്. ഇവയിൽ ഒരു 4 വിക്കറ്റ് നേട്ടമോ 5 വിക്കറ്റ് നേട്ടമോ കുറിക്കാനും ആർച്ചർക്ക് സാധിച്ചില്ല. ഇന്ത്യക്കെതിരെ ചെന്നൈയിൽ അവസാനമായി നടന്ന 2020ൽ 60 റൺസായിരുന്നു അദ്ദേഹം വഴങ്ങിയത്. മറ്റൊന്ന്, ഈ സീസണിൽ പുതുതായി രാജസ്ഥാൻ ടീമിനൊപ്പം ചേർന്ന ഇന്ത്യൻ ഓൾറൗണ്ടർ നിതീഷ് റാണയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം. സമീപകാലത്തെ റാണയുടെ പ്രകടനങ്ങൾ റോയൽസിന് ഒട്ടും സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. വിവിധ ഫോർമാറ്റുകളിലായി അവസാനം കളിച്ചിട്ടുള്ള 10 മത്സരങ്ങളെടുത്താൽ ഒരു 50 പോലും കുറിക്കാൻ താരത്തിനായിട്ടില്ല. മറ്റൊന്ന്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ പരിശീലന മത്സരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ആവേശത്തിലായി RCB ആരാധകർ. അവർ നേടിയ സ്കോർ തന്നെയാണ് ഇതിന് കാരണം. പരിശീലന മത്സരത്തിൽ RCBയുടെ ഒരു ടീം 20 ഓവറിൽ 310 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടിയെന്നത് മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. ഇത് തന്നെയാണ് ആരാധകരെ സന്തോഷത്തിലാക്കിയത്. പരിശീലന മത്സരത്തിലെ ഈ അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനം ഒരേ സമയം RCBക്ക് സന്തോഷിക്കാനുമൊപ്പം ആശങ്കയ്ക്കും വക നൽകുന്നത് തന്നെയാണ്. ടീമിൻ്റെ ബാറ്റിംഗ് കരുത്താണ് അവരെ സന്തോഷിപ്പിക്കുന്നതെങ്കിൽ തങ്ങളുടെ തന്നെ ബോളിംഗ് നിരക്കെതിരെ തന്നെയാണ് ഇത്രയും വലിയൊരു ടോട്ടൽ നേടിയത് എന്ന കാര്യം RCBക്ക് തലവേദനയുമാണ്.